നമസ്കാരം. വിനീത് മാധവൻ മോളിവുഡ് ടൈംസ് എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. അഭിനവ് സുന്ദർ നായക് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. സിനിമയെക്കുറിച്ച് പല വിധത്തിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ നേരിച്ചിട്ടാണ് വന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന വിഷയമാണ് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ഒരുപക്ഷെ വിനീത് മാധവനെ മുന്നോട്ട് നയിക്കുന്നത് ആ സങ്കല്പമാണ്. പുതിയ കാലത്ത് ലോകത്താകെ ചർച്ച ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ. എന്താണ് മാനിഫെസ്റ്റേഷൻ? അത് ഉണ്ടാക്കുന്നത് അനുകൂലമായോ പ്രതികൂലമായോ വ്യക്തിയുടെ ജീവിതത്തെ ഗുണപരമായോ ദോഷമായോ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ പല വിധത്തിൽ ചിന്തിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ സിനിമ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുമായിട്ട് അത് സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. പൗലോ കൊയ്ലോയുടെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം ആൽക്കെമിസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് വരിക. ആമുഖമായി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അവൻ്റെ ഒപ്പമുണ്ടാകും. കുറച്ചുകൂടി കടന്നിട്ട് അതിനുവേണ്ടി പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും എന്ന് നമ്മൾ പറയാറുണ്ട്. ലോകം മുഴുവൻ സ്വീകാര്യത നേടിയ ഒരു സങ്കല്പം. നമ്മൾ തന്നെ മോട്ടിവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സ്വയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരോട് പറയുകയും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറേ കൂടി കടന്ന് മോട്ടിവേഷണൽ ട്രെയിനർമാരുടെ സ്ഥിരം പ്രയോഗമായി ഇപ്പോൾ അത് മാറി. പ്രത്യേകിച്ചും ഈ മണി ചെയിൻ കമ്പനികളുടെ അടക്കം പ്രചോദനാത്മകമായ അവതരണങ്ങളുടെ പ്രധാന ആശയ കേന്ദ്രമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാധാരണ മനുഷ്യനുള്ള പ്രചോദനമായും മാറുന്നുണ്ട്. നിങ്ങളത് നേടിക്കഴിഞ്ഞു എന്ന് കരുതുക, അതിനുശേഷം പ്രവർത്തിക്കുക, പിന്നെ എല്ലാം വന്നോളും എന്നാണ് ഇപ്പോൾ അതിൻ്റെ സങ്കല്പനം എത്തി നിൽക്കുന്ന അവസ്ഥ. അതായത് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുക മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി എന്ന അവസ്ഥ വരെ അതിൻ്റെ തീവ്ര ആശയം എത്തിക്കഴിഞ്ഞു. കുറേ കൂടി വ്യക്തമായി മാനിഫെസ്റ്റേഷൻ എന്ന പ്രയോഗത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ അതിന് തുല്യമായ വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു സ്വപ്നം ഉണ്ടാക്കുക, ആ സ്വപ്നത്തിനായി പരിശ്രമിക്കുക, വിജയം ഉറപ്പാണ്. ഇതാണ് ഫിലോസഫി. എന്നാൽ അതിനുവേണ്ടി പണിയെടുക്കണം, കഠിന പരിശ്രമം വേണം എന്നൊക്കെ അതിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അത് മറന്നു പോകുന്ന അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. സ്വപ്നം കഠിനമായി കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പരീക്ഷയ്ക്ക് ദൈവത്തെ പ്രാർത്ഥിച്ച് വെറുതെ ഇരിക്കുന്ന ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും. ദൈവം നമുക്ക് ഉത്തരം എഴുതി തരില്ല, അതിന് പഠിക്കാൻ തന്നെ വേണം. ഇതൊരു പ്രചോദനത്തിനുള്ള സങ്കല്പം മാത്രമാണ്. ഇതുതന്നെയാണ് ഈ മാനിഫെസ്റ്റേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം ആണ് അഭിനവ് സുന്ദർ നായക് തിരക്കഥ എഴുതി ഈ സിനിമ സംവിധാനം ചെയ്തത്. നസ്ലിൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ മികവിനെ ഉയർത്താൻ നസ്ലിൻ എന്ന നടൻ്റെ വ്യത്യസ്തമായ സമീപനം നമുക്ക് വ്യത്യസ്തമായൊരു അനുഭവമാക്കി മാറ്റാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. പ്രാഥമികമായി മോളിവുഡ് കൈകാര്യം ചെയ്യുന്ന വിഷയം മാനിഫെസ്റ്റേഷനാണ് എന്നതാണ് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായി മാറ്റിയത്. നസ്ലിൻ അവതരിപ്പിക്കുന്ന വിനീത് മാധവൻ്റെ മുന്നോട്ട് പോക്ക്, അദ്ദേഹം സിനിമ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഒപ്പം ആ സിനിമ സ്വപ്നം കണ്ട് അതിലേക്ക് എത്തുന്നതിന് ഒരു പശ്ചാത്തലവും അവതരിപ്പിക്കുന്നുണ്ട്. സമകാലിക കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നത്തിലൂടെ സിനിമ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. വിനീത് മാധവൻ അതിൻ്റെ പിന്നാലെ ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു ഫിലിം മേക്കറാകാനുള്ള കഠിനമായ സ്വപ്നത്തിൽ എത്തിച്ചേരുകയും അത് നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്വപ്നത്തിനായി അയാൾ പരിശ്രമിക്കുകയാണ്. ആകാംക്ഷയും നാടകീയതയും തിരിച്ചടികളും ഉയിർപ്പുകളും ഒക്കെ അടങ്ങിയ സിനിമയാണ്. ഒരാൾ തൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അത്രയേറെ ശക്തമായി മനസ്സിൽ പതിപ്പിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറും എന്ന വിശ്വാസമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് ചുരുക്കി പറയാം. അതൊരു പരിധിവരെ ശരിയായി മാറുകയും ചെയ്യും. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുക, ആ ലക്ഷ്യബോധത്തിനായി കഠിനമായി പരിശ്രമിക്കുക, അതിനായി നിരന്തരമായി പ്രവർത്തിക്കുക. പൗലോ കൊയ്ലോ പറഞ്ഞ സംഗതി തന്നെയാണ്. എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്നത് ആഗ്രഹിച്ചാൽ സംഗതി കിട്ടും എന്ന മാജിക്കലായ ഒരു ചിന്തയിലേക്ക് കടക്കുകയാണ് പലപ്പോഴും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും എന്നുറപ്പാണ്. എന്നാൽ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടാൽ അത് നിരാശയിലേക്കും സ്വയം വഞ്ചനയിലേക്കും നയിക്കും. മണി ചെയിൻ ക്ലാസ്സുകളിലെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒടുവിൽ അത് ചെന്ന് നിൽക്കുന്നത് പ്രത്യേകതരം വാർത്തകളിലേക്കാണ് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പല തട്ടിപ്പ് കേസുകളിലും ഒക്കെ ചെന്ന് നിൽക്കും. എന്നാൽ വിനീത് മാധവൻ്റെ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് സാധാരണ മനുഷ്യൻ്റെ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയാണ്. വിനീത് മാധവൻ ഒരു സാധാരണ യുവാവല്ല. സിനിമയെക്കുറിച്ചുള്ള സ്വപ്നം അയാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥമായി മാറിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ സംവിധായകനാകുക എന്ന ലക്ഷ്യം അയാൾ നിരന്തരം കൊണ്ടു നടക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി മാറണം. അതിനുവേണ്ടി ഒരു സിനിമ, അതിന് ഇടയിൽ എത്ര സിനിമ വന്നാലും അല്ലെങ്കിൽ എന്തെല്ലാം അവസരങ്ങൾ വന്നാലും ചെയ്യാതെ തൻ്റെ സങ്കല്പത്തിനെ അടയാളപ്പെടുത്തുന്നത് മാത്രമാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നതാണ് സിനിമയെക്കുറിച്ചുള്ള അയാളുടെ ചിന്തകൾ. അത് പലപ്പോഴും ഒരു തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ തന്നെ ആണ്. വിനീത് തൻ്റെ സ്വപ്നത്തെ വെറുമൊരു മോഹമായിട്ടല്ല കാണുന്നത്. അതൊരു ദിവസം യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസത്തോടെ അയാൾ ജീവിക്കുകയാണ്. പരാജയങ്ങൾ ആവർത്തിച്ച്
ചെത്തിയാലും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ നിലയിൽ നോക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഗുണപരമായ വശം നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. ലക്ഷ്യത്തിൽ ഉറച്ച വിശ്വാസം അയാളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥ, ഒരു സന്ദേശം തന്നെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വിനീതിൻ്റെ കഥാപാത്രം കാണിക്കുന്ന ഏറ്റവും വലിയ ഗുണം സ്ഥിരോത്സാഹമാണ്. സ്വപ്നം ഉപേക്ഷിക്കാതിരിക്കുക, പ്രതിസന്ധികളിൽ തളരാതിരിക്കുക, സ്വന്തം കഴിവിൽ വിശ്വാസം പുലർത്തുക, സമൂഹത്തിൻ്റെ പരിഹാസങ്ങൾക്കിടയിലും മുന്നോട്ട് പോവുക. ഒരു കലാകാരന് ആവശ്യമായ ആത്മവിശ്വാസം മാനിഫെസ്റ്റേഷൻ നൽകുന്നു എന്ന് വിനീത് മാധവൻ തെളിയിക്കുന്നുണ്ട്. വലിയ നേട്ടങ്ങൾ കൈവരിച്ച പലരും ആദ്യം മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നിയ സ്വപ്നങ്ങളാണ് കണ്ടിരുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതകളും മാനിഫെസ്റ്റേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേവല യാന്ത്രികതയിലേക്ക് വ്യക്തി കുടുങ്ങിപ്പോയാൽ സാധ്യതയും കുറയും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയും കുറയും. അന്നേരം നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിൽ കുടുങ്ങി പ്രവർത്തന നിരതനാകാതെ ആ ലക്ഷ്യം സാധിക്കുമെന്ന ആഗ്രഹം മാത്രം, അതായത് നേരത്തെ പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ കിട്ടും എന്നുള്ള സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് മോളിവുഡ് ടൈംസ് അത്തരം ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കാരണം അതൊരു വിജയഗാഥ മാത്രമല്ല, സ്വപ്നം എങ്ങനെ ഒരാളെ വിഴുങ്ങുകയും ചെയ്യുന്നു എന്ന് സിനിമ പറഞ്ഞു തരുന്നുണ്ട്. യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നടത്തിക്കാത്ത വിധം സ്വപ്നം ചിലപ്പോൾ നമ്മളെ കുരുക്കിയിടും. വിനീതിൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സിനിമ എന്ന ലക്ഷ്യം വെറും ലക്ഷ്യം മാത്രമായി മാറുന്നുണ്ട്. ബന്ധങ്ങളും വികാരങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പലപ്പോഴും പിന്നിലേക്ക് മാറുന്നുണ്ട്. സ്വപ്നം അതിൻ്റെ തീവ്രതയിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്ന് ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് പ്രചോദനമല്ല, അത് സ്വപ്നത്തിൻ്റെ ഈ കേവലമായ നമുക്ക് പ്രാപ്തമാകാൻ സാധ്യതയില്ലാത്തൊരു സ്വപ്നത്തിൻ്റെ അധിനിവേശമായി മാറുന്നു. ജീവിതത്തെ നിർജീവമാക്കി മാറ്റാനും കഴിയുന്ന തരത്തിലേക്ക് സ്വപ്നം മാറും. അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. ആ സ്വപ്നത്തെ നമ്മൾ ആ നിലയിൽ എത്തിപ്പിടിക്കാനുള്ള ശ്രമം നടത്താതെ ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതം നേടിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനെ ഒഴിവാക്കിക്കൊണ്ട് കേവല യാന്ത്രികമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായി അതിനെ മാറ്റുന്നുണ്ട്. അവിടെ അപകടം പതിയിരിപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും തനിക്ക് അനുകൂലമായി സംഭവിക്കും എന്ന അമിത ആത്മവിശ്വാസം, പരാജയങ്ങളെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ, യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള അതിർത്തി മങ്ങിപ്പോകുന്ന സ്ഥിതി, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ അവഗണിക്കുന്ന അവസ്ഥ, സർവോപരി ഇതര ജീവികളെ, നമ്മുടെ സഹജീവികളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പോക്ക്, അത് തീവ്രമായ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യൻ്റെ മാനുഷികത തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ ചിലപ്പോൾ വരും. കാരണം എനിക്ക് ഒറ്റൊരു കാര്യമുള്ളൂ, അതിലേക്ക് എത്തുക. അതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ വഴിക്ക് പോകും. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അവിടെ മാനുഷിക മൂല്യം ഇല്ലാതാവുന്ന അവസ്ഥ വരെ വരും എന്നുള്ളതാണ്. സ്വപ്നത്തെ പിന്തുടരാനുള്ള ശക്തിയായി മാറുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഒരു ഗുണമാണ്. എന്നാൽ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന ഒരു അന്ധവിശ്വാസ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ അത് ദോഷവുമായി മാറും. മോളിവുഡ് ടൈംസിൽ വിനീത് മാധവൻ വിജയത്തേക്കാൾ വലിയ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു സ്വപ്നത്തിന് വേണ്ടി എത്രത്തോളം ജീവിക്കാം എന്നുള്ളത്. സ്വപ്നം മനുഷ്യനെ മുന്നോട്ട് നയിക്കണം. മനുഷ്യൻ സ്വപ്നത്തിൻ്റെ തടവുകാരനായി ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. ആ സന്ദേശമാണ് സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ അടിത്തറയായി എനിക്ക് വായിക്കാൻ ആകുന്നത്. അതുകൊണ്ട് മോളിവുഡ് ടൈംസിലെ വിനീത് മാധവൻ മാനിഫെസ്റ്റേഷൻ്റെ വിജയമോ അല്ലെങ്കിൽ പരാജയമോ അല്ല, അതിനപ്പുറത്ത് അതിൻ്റെ സാധ്യതകളും അപകടങ്ങളും ഒരുമിച്ച് അടയാളപ്പെടുത്തുന്ന, പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അഭിനവ് സുന്ദർ നായിക്കിൻ്റെ ഇതിനു മുമ്പത്തെ സിനിമ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഭാവുകത്വം എന്താണെന്ന്. അത് ആസ്വാദ്യമാകുന്ന തരത്തിലുള്ള പ്രേക്ഷകനെ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് കഴിയും. പക്ഷേ എല്ലാവർക്കുമുള്ള വിഹിതമാണ് എന്ന നിലയിലേക്ക് അടയാളപ്പെടുത്താനും കഴിയില്ല. ആസ്വാദ്യതയുടെ തലം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. സാധാരണ ഒരു പ്രേക്ഷകനെ പൂർണ്ണമായി കൊണ്ടുപോകാൻ, അവസാനം വരെ കൊണ്ടുപോകാനും ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആശയം അവനെ കൊണ്ട് ചിന്തിപ്പിക്കാനും കഴിയുന്ന വിധം കെൽപ്പുള്ളൊരു സിനിമയായി അത് മാറുന്നുണ്ട്. ഒപ്പം നസ്ലിനെ പോലുള്ളൊരു നടനെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്തിക്കാനും ഈ കഥാപാത്രത്തിലൂടെ കഴിയുന്നുണ്ട്. അനുബന്ധമായി നിരവധി കഥാപാത്രങ്ങൾ, ഷറഫുദ്ദീനുണ്ട്, ജഗദീഷിൻ്റെ ഗംഭീരമായൊരു കഥാപാത്രമുണ്ട്, സംഗീത് പ്രതാപിൻ്റെ കഥാപാത്രം, വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്, ചുള്ളിക്കാട്, രാജേഷ് മാധവൻ്റെ ഒരു സിനിമാ നിരൂപകൻ, അപ്പുണ്ണി ശശിയുടെ ഫയാസ്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അതിൽ അടയാളപ്പെടുത്തപ്പെട്ട കഥാപാത്രങ്ങളാണ് ഭൂരിഭാഗവും. കുറച്ച് നേരമാണെങ്കിലും ആ നിലയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും വിനീത് മാധവൻ്റെ ഈ യാത്രയുടെ അനുബന്ധ മനുഷ്യരായി ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റോളുകൾ അവർ നിർവഹിക്കുന്നുണ്ട്. ആത്യന്തികമായി വിനീത് മാധവൻ തൻ്റെ മാനിഫെസ്റ്റേഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നന്ദി.